ലൈഫിൽ മിസ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ടു മിസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ മെയിനായിട്ടും മിസ് തന്നെയാണ് ഉപയോഗിക്കുക. ഇനി ജർമ്മനിൽ എന്താ ഉപയോഗിക്കുന്നത് നോക്കിയാലോ? ജർമ്മനിൽ ടു മിസ് എന്ന് പറയുമ്പോൾ 3 വെർബുകളാണ് മെയിനായിട്ട് ഉപയോഗിക്കുക. ഫെർമിസൻ, ഫെർപാസൻ, ഫെർലിയറൻ. ഒരു ബോയ് ഉണ്ടായിരുന്നു. അവന് ഇങ്ങനെ ഇരുന്ന സമയത്ത് അവൻ്റെ ഗേൾഫ്രണ്ടിനെ മിസ് ചെയ്തു. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ഗേൾഫ്രണ്ടിനെ കാണാൻ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അവൻ ഒരു റോസാപ്പൂവും വാങ്ങി ഗേൾഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി അവന് ബസ് മിസ്സായി. അപ്പോൾ അവൻ ഒരുപാട് സങ്കടമായി. എന്നിട്ട് അവൻ അവിടെ ഇരുന്നിട്ട് അവൻ വാങ്ങിയ ഗിഫ്റ്റ് പോക്കറ്റിൽ നിന്ന് എടുക്കാൻ നോക്കിയപ്പോൾ ആ റോസാപ്പൂ അവന് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് 3 തരത്തിലുള്ള മിസ്സിംഗ് ആണ്. ഒന്ന് നമ്മൾ ആദ്യം കണ്ടു, ഒരു പേഴ്സണെ മിസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു കോണ്ടസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുക ടു മിസ് സംവൺ എന്ന് പറയുമ്പോൾ നമ്മൾ ജർമ്മനിൽ ഉപയോഗിക്കുന്ന വെർബ് ഫെർ മിസ്സൻ എന്ന് പറയുന്ന വെർബാണ്. ഇനി രണ്ടാമത് നമ്മൾ കണ്ടു അവന് റോസാപ്പ് വാങ്ങാൻ പോയപ്പോൾ ബസ് മിസ്സാവുന്ന കാര്യം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, ബസ്സോ കാറോ ട്രെയിനോ അങ്ങനെ എന്തെങ്കിലും മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് മിസ് ചെയ്യുന്ന കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെർബാണ് ഫെർ പാസൻ. ഇനി ലാസ്റ്റിൽ നമ്മൾ കണ്ടു റോസാപ്പൂ എടുക്കാൻ നോക്കിയപ്പോൾ റോസാപ്പൂവും അവൻ്റെ അടുത്തുനിന്ന് നഷ്ടമായി പോയത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വസ്തു നമ്മുടെ അടുത്തുനിന്ന് ലോസ്റ്റ് ആവുമ്പോൾ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു വെർബാണ് ഫെർലിയറൻ. അപ്പോൾ ടു മിസ് എന്ന് പറയുന്ന ഒരു വേർഡ് ജർമ്മനിലേക്ക് വരുമ്പോൾ 3 രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫെർമിസൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടു മിസ് സംവൺ, ഒരു വ്യക്തിയെ മിസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഫെർമിസൻ എന്ന് പറയുന്ന വെർബ് ഉപയോഗിക്കുന്നത്. രണ്ടാമത് നമ്മൾ പഠിച്ചു, നമ്മളൊരു മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, അതിപ്പോൾ ഒരു ബസ് ആയാലും ഒരു ട്രെയിൻ ആയാലും അങ്ങനെ എന്തെങ്കിലും ഒരു മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് മിസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വെർബാണ് ഫെർപാസൻ. ഇനി ലാസ്റ്റ് നമ്മൾ കണ്ടു ഫെർലിയറൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്തെങ്കിലും ഒരു വസ്തു നഷ്ടപ്പെടുമ്പോൾ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വെർബാണ് ഫെർലിയറൻ. Mastervidya, your learning story. Download now.